നമസ്കാരം. AS മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ്സാണിത്. സെറ്റ് നമ്മൾ +1 പഠിക്കുന്നത്. സെറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട കുഞ്ഞു ചോദ്യങ്ങൾ ഇത് നമ്മുടെ പരീക്ഷകളിൽ കണ്ടുവരാറുണ്ട്. ഓക്കെ, സെറ്റ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും. വെൻ ഡയഗ്രവും അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടാവും. സയൻസ് +1 പഠിച്ച കുട്ടികൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അത് അറിഞ്ഞില്ലേലും അത് പഠിച്ചില്ലേലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ഈ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ. ജസ്റ്റ് നമ്മുടെ ഒരു മെൻ്റൽ എബിലിറ്റി, കോമൺ സെൻസ് മതിയാവും. അപ്പം നമുക്ക് ആദ്യ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കെ, ചോദ്യം ഇതാണ്: ഒരു ഗ്രാമത്തിൽ 50% ആളുകൾക്ക് കാറും 30% ആളുകൾക്ക് ഇരുചക്രവാഹനവും ഉണ്ട്. തീർന്നില്ല. 15% പേർക്ക് കാറും ഇരുചക്രവാഹനവും ഉണ്ട്. ഓക്കെ, അതായത് 50% പേർക്ക് കാറുണ്ട്, 30% പേർക്ക് ഇരുചക്രവാഹനമുണ്ട്, 15% പേർക്ക് കാറും ഇരുചക്രവാഹനവും ഉണ്ട്. ഗ്രാമത്തിലെ എത്ര ശതമാനം ആളുകൾക്ക് കാറും ഇരുചക്രവാഹനവും ഇല്ല? എന്ന് വെച്ചാൽ ഇത് രണ്ടും ഇല്ലാത്തത് എത്ര ശതമാനം എന്നതാണ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് സാധാ ചിന്തയാണ്, നോർമൽ വഴി. രണ്ട്, ഇതിനൊരു എളുപ്പ വഴിയുണ്ട്, അതുകൂടെ കാണിച്ചു തരാം. ഇപ്പൊ രണ്ടെണ്ണയുള്ളൂ. ഇപ്പം ഒരു ഗ്രാമത്തിൽ 50% ആളുകൾക്ക് കാറുണ്ട്, 30% ആളുകൾക്ക് ഇരുചക്രവാഹനമുണ്ട്. അപ്പൊ കാറുണ്ട്, ഇരുചക്രവാഹനമുണ്ട്. അങ്ങനെ രണ്ട് കാറ്റഗറിയാണ് വരുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇത്. ഓക്കെ, ഒന്നും ചെയ്യേണ്ട, ഒരു ലോജിക്കും ആവശ്യമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അത് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞാൻ സാധാരണ രീതിയിൽ ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നിട്ട് ആ എളുപ്പവഴി പറഞ്ഞുതരാം കേട്ടോ. പക്ഷെ രണ്ടിൽ കൂടുതലാണെങ്കിൽ പിന്നെ എളുപ്പവഴി നോക്കണ്ട, ആലോചിക്കുക, ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നോക്കാം. ഒരു ഗ്രാമത്തിൽ 50% ആളുകൾക്ക് കാറുണ്ട്. അപ്പൊ ഇതൊരു വട്ടമാണ്. ഈ വട്ടത്തിനകത്ത് നിൽക്കുന്നത് കാറുള്ളവരാണ്. ഓക്കെ, ഈ വട്ടത്തിനകത്ത് നിൽക്കുന്നത് കാറുള്ളതാണ്. കാറുള്ളത് എത്ര പേരുണ്ട്? 50% ആളുകൾക്ക് കാറുണ്ട്. അപ്പൊ കാറുള്ളവരെല്ലാം ഈ വട്ടത്തിൽ കയറി നിൽക്കട്ടെ എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ കാറുള്ളവരെല്ലാം ഈ വട്ടത്തിൽ കയറി നിന്നു. അപ്പൊ കാറില്ലാത്തവരാണ് ഇത് പുറത്തിരിക്കുന്നവരല്ല. ഓക്കെ, 30% ആളുകൾക്ക് ഇരുചക്ര വാഹനവുമുണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ ഇങ്ങനൊരു വട്ടം വരയ്ക്കണം. ഇതിന്റെ മണ്ടേ കൂടെ ചേർത്ത് വരയ്ക്കണം കേട്ടോ, മാറ്റി അങ്ങോട്ടല്ല, ഇതിന്റെ മണ്ടേ കൂടെ വരയ്ക്കണം. കാരണം കാറും ഇരുചക്ര വാഹനം ഉള്ളവരും ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഇരുചക്ര വാഹനം ഉള്ളതാണ്. അപ്പൊ ഇരുചക്ര വാഹനം ഉള്ളതാണ് ഇത്. അതെത്ര ശതമാനമാണെന്ന് പറയുന്നത്? 30% ആളുകളാന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നു 15% പേർക്ക് കാറും ഇരുചക്ര വാഹനവും ഉണ്ട്. എന്ന് വെച്ചാൽ രണ്ടും ഉള്ളവരാ. അപ്പൊ ഇരുചക്ര വാഹനങ്ങളെല്ലാം ഈ വട്ടത്തിനകത്ത് നിൽക്കുക. ബി ഒരു ഭാഗം നോക്ക്, ഈ കാറുള്ള വട്ടത്തിനകത്ത് വരുന്ന ഒരു പോർഷനായത്, ബൈക്കിന്റെ വട്ടത്തിനകത്ത് വരുന്ന പോർഷനോ ഇത്, ഇരുചക്ര വാഹനത്തിനകത്ത് വരുന്ന പോർഷനോ ഇത്. എന്നുവെച്ചാൽ രണ്ടിന്റെയും കൂടെ കോമൺ പാർട്ടാണ് ഈ സാധനം. കോമൺ പാർട്ട് എന്നുവെച്ചാൽ രണ്ടും ഉള്ളവര്, കാറും ഉണ്ട്, ഇരുചക്ര വാഹനവും ഉണ്ട്. അതെത്ര ശതമാനം? 15%. ഇത്രയാ നമ്മുടെ ചോദ്യത്തിൽ തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗ്രാമത്തിലെ എത്ര ശതമാനം ആളുകൾക്ക് കാറും ഇരുചക്ര വാഹനവും ഇല്ല? എന്നുവെച്ചാൽ ഈ വട്ടത്തിനകത്തൊന്നും വരാത്ത എത്ര പേരുണ്ടെന്നാ. എന്നുവെച്ചാൽ പുറത്തു നിൽക്കുന്ന എത്ര ശതമാനം ആൾക്കാരുണ്ടെന്നാ. ശ്രദ്ധിക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് കാർ ഉണ്ടെങ്കിൽ ഈ വട്ടത്തിനകത്ത് അവർ വരും, ഇരുചക്ര വാഹനം ഉണ്ടെങ്കിൽ ഈ വട്ടത്തിനകത്ത് വരും. ഈ വട്ടത്തിനകത്തൊന്നും വന്നിട്ടില്ലെങ്കിൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, എന്തുവാ? അവർക്ക് രണ്ട് വാഹനവും ഇല്ല. അപ്പൊ അത് നമുക്ക് എത്ര ശതമാനമെന്നാ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ ഒരു വട്ടത്തില്, അല്ലെങ്കിൽ വേണ്ട, ഈ ഒരു വട്ടത്തില് മൊത്തം 30% ആളുകളുണ്ട്. ഈ ഒരു വട്ടത്തിൽ മൊത്തം എത്ര ശതമാനം ആളുകളുണ്ട്? 30% ആളുകളുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ ഈ വട്ടത്തിൽ 30% ആളുകളുള്ളത്, ഈ 15% ഇവിടെ നിൽപ്പുണ്ട്. അതിനകത്ത് നമുക്ക് വ്യക്തതയുണ്ട്. രണ്ടും ഉള്ളത് 15% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 30%ത്തിൽ 15% മാറ്റിയാൽ ബാക്കി 15% ഇവിടെ കാണത്തില്ലേ? ഈ 30-ന്ന് 15 മാറ്റിയാൽ ബാക്കി 15 ഇവിടെ കാണത്തില്ലേ? കാണും. അപ്പൊ ഈ സർക്കിളിനകത്തോട്ട് നോക്ക്. ഇവിടെ ഒരു 15 നിപ്പുണ്ട്, ഇവിടെ ഒരു 15 നിപ്പുണ്ട്. ടോട്ടലി ആ സർക്കിളിനകത്ത് മൊത്തം 30 ഉണ്ട്. ഇനി ഈ സർക്കിളിനകത്ത് നിങ്ങളൊന്ന് നോക്ക്. ഈ സർക്കിളിനകത്ത് മൊത്തം 50% ആൾക്കാരാണുള്ളത്. അതിൽ 15% ഇവിടെ നിൽക്കുക. അപ്പൊ ബാക്കി 50%-ത്തിലെ 15% ഇവിടെ നിൽക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം ഈ പ്രദേശത്ത് ഇരിക്കത്തില്ലേ? നിൽക്കും. അപ്പൊ 50-ന്ന് 15 പോയാൽ എത്ര? 35%. ഇത്രയും ക്ലിയർ അല്ലേ?
എന്ന് വെച്ചാൽ ഈ വട്ടത്തിനകത്ത് മൊത്തം 50% ഉണ്ട്. 35 ഇവിടെ, 15 ഇവിടെ. ഇവിടെ നിൽക്കുന്നവരുടെ പ്രത്യേകത എന്തുവാ? ഇവിടെ നിൽക്കുന്നവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാർ ഉള്ളവരാണ് ഈ വട്ടത്തിനകത്തുള്ളത്. പക്ഷെ അവർക്ക് ബൈക്കില്ല. ബൈക്ക് ഉണ്ടായിരുന്നു ഇവിടെ വന്നേനെ, ബൈക്കിന്റെ പോർഷനിലൂടെ അവർ നിന്നേനെ. ഓക്കെ, ഈ ഭാഗത്ത് കാറുണ്ട് പക്ഷെ ബൈക്കില്ലാത്തവരാ. ഈ ഭാഗം അവർക്ക് ബൈക്കുണ്ട് പക്ഷെ കാറില്ല. കാറും ബൈക്കും ഉള്ളവരോ ഈ ഭാഗം. ക്ലിയർ അല്ലേ? അപ്പൊ ഈ വട്ടത്തിനകത്ത് മൊത്തം എത്ര ശതമാനം? ഇവിടെ ഒരു 35%, ഇവിടെ ഒരു 15%, ഇവിടെ ഒരു 15%. ടോട്ടലി 5 15, 3 2 5 1 6, 65% പേര് ഈ സർക്കിളിനകത്താണ്. ഇവിടെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ 65% പേരുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരും 100% ആണല്ലോ ടോട്ടൽ ആൾക്കാർ. അതിൽ 65% എന്തെങ്കിലുമൊക്കെ ഉള്ളത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വട്ടത്തിനകത്ത് വരും. ഓക്കെ, ബാക്കിയുള്ളവരെല്ലാം പുറത്തുള്ളവർ. 100% മൊത്തം. ശതമാനം പറയുമ്പോൾ 100 ആണല്ലോ ടോട്ടല്. അത് 65% ഈ സർക്കിളിനകത്തുണ്ട്. അപ്പൊ 65% നമ്മളൊന്ന് മാറ്റിയാൽ ബാക്കി 35% പുറത്ത് നിൽക്കുന്നവരാ. അതായത് ഒന്നും ഇല്ലാത്തവരാ. സ്കൂട്ടറും ഇല്ല, കാറും ഇല്ല. അങ്ങനെ 35% പേര്. ഓപ്ഷൻ ഡി, രണ്ടും ഇല്ലാത്തവര്. എത്ര? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഓടിച്ചെന്ന് പറയാണ്. ഇതിനകത്തൊരു 50% പേരുണ്ട്. ഇത് കാറുള്ളവരാണ്, ഇത് ബൈക്കുള്ളവരാണ്. രണ്ടുള്ളത് 15% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 35% കാറ് മാത്രമുള്ളവരായിട്ട് മാറും. ബൈക്കുള്ള 30%ത്തിൽ 15% പേർക്ക് കാറും ബൈക്കും ഉണ്ട്. അവരിവിടെ നിൽപ്പുണ്ട്. ബാക്കി 15 ഇവിടെ. അപ്പൊ ഈ സർക്കിളിനകത്ത് മൊത്തം 35 15 50 15 ഇവിടെ 65% പേര് വരുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം പുറത്താണ്. 100 65 പോയാൽ 35%. രണ്ടും ഇല്ല. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് ഇതിന്റെ യഥാർത്ഥ വഴി. പക്ഷെ നമുക്ക് ഇതിനൊരു എളുപ്പവഴിയും കൂടെ ഉണ്ട്. അതുകൂടെ നിങ്ങൾ പഠിച്ചാൽ പിന്നെ നമുക്ക് എല്ലാ ചോദ്യവും ആ എളുപ്പവഴി വെച്ച് അങ്ങ് ചെയ്യാവുന്നതേ ഉണ്ട്. എളുപ്പവഴി സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ഇവിടെ 2 സർക്കിൾ വരച്ചിട്ടുണ്ട്. 2 സർക്കിള്. ഈ സർക്കിൾ ഒന്നാമത്തേനെ ഞാൻ സർക്കിൾ എ എന്ന് വിളിക്കുന്നു. എളുപ്പവഴി അതിന് പറയാൻ പോകുന്നത് കേട്ടോ. രണ്ടാമത്തെ സർക്കിളിനെ ഞാൻ സർക്കിൾ ബി എന്ന് വിളിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ചോദ്യത്തിൽ 2 കാര്യങ്ങൾ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പൊ 50% ആളുകൾക്ക് കാറുണ്ട്. അപ്പൊ അതാണ് കാറുള്ളവരാണ് എ. 30% ആളുകൾക്ക് ഇരുചക്ര വാഹനമുണ്ട്. അപ്പം ആ 30% ആള് നിൽക്കുന്ന സ്ഥലമാണ് ബി. അതായത് ഇരുചക്ര വാഹനമുള്ളവരാണ് ബി. അപ്പൊ എ എന്താണെന്നും ബി എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ എ എന്ന് പറഞ്ഞ ഒരു സർക്കിള്, ബി എന്ന് പറഞ്ഞ അടുത്ത സർക്കിള്. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിന് ഇടയ്ക്ക് ഒരു പോർഷൻ ഉണ്ട്, കോമൺ പാർട്ട്. അതാണ് സി. കോമൺ ആയിട്ട് വരുന്ന സാധനം സി. കോമൺ. ഒരു സർക്കിള് എ, അടുത്ത സർക്കിള് ബി. ഇതിന്റെ കോമൺ പാർട്ട് സി. ഇത്രയും ക്ലിയർ ആയോ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിന് പുറത്തുള്ള കുറെ ആൾക്കാരുണ്ട്, പുറത്തുള്ളവര്. അപ്പൊ അതിനെ ഞാൻ പി എന്ന് വിളിക്കുന്നു. പി, പുറത്തുള്ളവര്. ഈ സർക്കിളിനകത്ത് ഒന്നും വിടുന്നില്ല. ഇപ്പൊ ഇവിടെ ഇരുചക്ര വാഹനവും കാറും ഇല്ലാത്തവര് പി, പുറത്തുള്ളവര് പി. ഓക്കെ, പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് ടോട്ടൽ ആൾക്കാരുണ്ടല്ലോ. ഇവിടെ ഇപ്പൊ ടോട്ടൽ ആൾക്കാർ 100%. ശതമാനത്തിന്റെ കണക്കിൽ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 100%. അത് ടി. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മളുടെ ചോദ്യത്തിനകത്തുള്ളത്. ഏതൊക്കെയാ? എ ഒരെണ്ണം, ബി അടുത്തത്. 2 എണ്ണത്തിന്റെ കേസിൽ നമ്മൾ ഈക്വേഷൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഒരു പുതിയ ഈക്വേഷൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. അപ്പൊ എ ബി 2 സർക്കിൾ, കോമൺ പാർട്ട് സി, പുറത്തുള്ളവർ പി, ടി, ടോട്ടല്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എളുപ്പവഴിയുണ്ട്. അതിതാണ്. ഇങ്ങോട്ടങ്ങ് പറയാൻ. അതിതാണ്. അതെന്തുവാ? ടി സി. ടി സി നിങ്ങൾക്കറിയാമല്ലോ. സ്കൂളിൽ നിന്നൊക്കെ പിരിഞ്ഞു പോകാൻ നേരത്ത് തരുന്ന സാധനം ടി സി. ടി പ്ലസ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി പി. ടി സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി പി. ടി സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി പി. ടി സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി പി. നിങ്ങളിങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. എ ബി വി പി നിങ്ങൾ കണ്ടിട്ടില്ലേ? എ ബി വി പി. അപ്പൊ എ ബി വി പി കാരുമായിട്ട് അടിയുണ്ടാക്കിയതിന് ടി സി എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ ഓർത്തോ. അപ്പൊ ടി സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി പി. ചുമ്മാ എന്ന് പറഞ്ഞതേ ഉള്ളു. ടി സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി പി. ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ, സി എന്ന് പറഞ്ഞാൽ കോമൺ, എ എന്ന് പറഞ്ഞ ഒരു സർക്കിള്, ബി എന്ന് പറഞ്ഞ അടുത്ത സർക്കിള്, പി എന്ന് പറഞ്ഞ ഈ സർക്കിളിനൊന്നും പെടാത്ത അവര്. അപ്പൊ ടി പ്ലസ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി പി. ടി പ്ലസ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി പി. ക്ലിയർ അല്ലേ? ഈ സാധനം വെച്ച് നമുക്ക് 2 എണ്ണം വരുന്ന എല്ലാം ചെയ്യാൻ പറ്റും.
രണ്ടെണ്ണം വരുന്നിടത്ത് മാത്രമേ നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചോദ്യം ചുമ്മാ ഒന്ന് നോക്കാം. ഒരു ഗ്രാമത്തിൽ 50% ആളുകൾക്ക് കാറുണ്ട്. അപ്പൊ കാറുള്ളത് 50%. ഇതിനെയാണ് നമ്മൾ എ എന്ന് വിളിക്കുന്നത്. 30% ആളുകൾക്ക് ഇരുചക്ര വാഹനമുണ്ട്. അപ്പം ബൈക്കുള്ള ഇരുചക്ര വാഹനമുള്ള 30%. അപ്പൊ അത് ബി എന്ന് ഞാൻ വിളിച്ചു. 15% പേർക്ക് കാറും ഇരുചക്ര വാഹനവും ഉണ്ട്. അപ്പൊ 15% എന്നുള്ളത് കോമൺ പാർട്ടാണ്. കോമൺ രണ്ടും ഉള്ളത് 15% സി. ഓക്കെ, ഗ്രാമത്തിൽ എത്ര ശതമാനം ആളുകൾക്ക് കാറും ബൈക്കും ഇല്ല എന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞാൽ കാർ ഉള്ളവര്, ബി എന്ന് പറഞ്ഞാൽ ബൈക്ക് ഉള്ളവര്. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ പുറത്തു പോകണം. ഇത് രണ്ടും ഇല്ലാത്തവർ പുറത്തിരിക്കുന്നവരാണ്. അപ്പൊ പി ഇതാണ് നമ്മുടെ കണ്ടുപിടിക്കേണ്ടത്. പി നമ്മുടെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ടി പെർസെൻറ്റേജ് ഉള്ള സ്ഥലത്തെല്ലാം ടി എപ്പോഴും എത്ര ആയിരിക്കും? 100%. പ്ലസ് സി കോമൺ പാർട്ട് നമ്മുടെ കയ്യിലുണ്ടോ? ഉണ്ട്, 15%. ദാറ്റ് ഈസ് ഈക്വൽ എ നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടോ? ഉണ്ട്, 50%. ബി നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടോ? ബൈക്കുള്ളവര് ഉണ്ട്, 30%. പി നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല, അത് പുറത്തുള്ളവരാണ്, കണ്ടുപിടിക്കണം. അപ്പൊ 100ഉം 15ഉം കൂടെ ആഡ് ചെയ്ത് എത്ര? 115. 50ഉം 30ഉം കൂടെ ആഡ് ചെയ്ത് എത്ര? 80 പ്ലസ് പി. ഈ 80 ഇപ്പുറത്ത് കൊണ്ടുവന്ന് മൈനസ് ചെയ്താൽ പി പുറത്തുള്ളതിനെ കിട്ടും. 115 മൈനസ് 80 ദാറ്റ് ഈസ് ഈക്വൽ ടു പി. 115 80 തൊട്ടെ 35 ദാറ്റ് ഈസ് ഈക്വൽ ടു പി. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, 35%. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ചുമ്മാ ഒന്ന് ഓർത്ത് നോക്ക്. ഈ സർക്കിളാണ് എ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേ, രണ്ടെണ്ണം ഉള്ളിടത്തെല്ലാം നിങ്ങൾക്ക് ഈ ഇക്വേഷനുമായിട്ട് ഇറങ്ങാം. ടി പ്ലസ് സി ദാറ്റ് ഈസ് ഈക്വൽ എ ബി പി. ടി പ്ലസ് സി ദാറ്റ് ഈസ് ഈക്വൽ എ ബി പി. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഒരു സർക്കിളിനകത്ത് എ കാറുള്ളവരാ. അപ്പൊ അതിനകത്തുനിന്ന് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ ഭാഗം എന്ന് പറഞ്ഞാൽ കാറ് മാത്രമുള്ളവരാ. അപ്പൊ കാറ് മാത്രമുള്ളവർ എ ഉള്ളി എന്ന് ഞാൻ പറയുന്നു. എ ഉള്ളി, കാറ് മാത്രമുള്ളവർ. അപ്പൊ കാറ് മാത്രമുള്ളവരെ കണ്ടെത്താൻ ഈ കാറുള്ള ഇത്രയും ഭാഗത്തുനിന്ന് കാറും ബൈക്കും ഉള്ള ഈ 15% അങ്ങ് മാറ്റിയാൽ പോരെ. അപ്പൊ കാറുള്ള എ എന്ന സർക്കിളിൽ നിന്ന് ഈ കോമൺ പാർട്ട് മാറ്റിയാൽ മതി. അപ്പൊ എ ഉള്ളി കണ്ടെത്താൻ എ മൈനസ് സി ചെയ്താൽ മതി. ബി ഉള്ളി ബൈക്ക് മാത്രമുള്ളവരെ കണ്ടെത്തണം. ബൈക്ക് മാത്രമുള്ളവരെ അത് കണ്ടെത്താൻ ബി എന്ന ഫുൾ സർക്കിളിൽ നിന്ന് ഈ കാറും കൂടെ ഉള്ള ആൾക്കാരെ കോമൺ പാർട്ടിനെ അങ്ങ് ഒഴിവാക്കിയാൽ മതി. മനസ്സിലായില്ലേ? ബൈക്ക് മൊത്തം 30%. ആ 30ന്ന് ഈ കോമൺ പാർട്ട് 15 അങ്ങ് ഒഴിവാക്കിയാൽ മതി. അപ്പൊ 15 കിട്ടും. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചതാ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇതായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ബി ഉള്ളി എന്ന് പറഞ്ഞാൽ ബി മൈനസ് സി, എ ഉള്ളി എന്ന് പറഞ്ഞാൽ എ മൈനസ് സി. അപ്പൊ ഈ ഇക്വേഷൻ പഠിക്കുന്നതിൻ്റെ അടുത്ത് ഇത് രണ്ടും കൂടെ ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത്ര ഒന്ന് വലിച്ചു നീട്ടി പറഞ്ഞത് ഈ ക്വസ്റ്റ്യനും ഈ ഇക്വേഷനും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇതിന്റെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം. ചുമ്മാ ഒന്ന് കയറിക്കാണ്. അത് കണ്ട കുറച്ചും കൂടെ, ഇതിപ്പോ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്നത് കൊണ്ട് കൂടുതൽ വിശദീകരണം ഇതിനകത്തില്ല. പറഞ്ഞ് ഇച്ചിരി നീട്ടിപ്പോയി. പക്ഷെ അതിനേക്കാൾ വൃത്തിയായിട്ടുള്ള വിശദീകരണം നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിലുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് കണ്ടു നോക്കിയാൽ മതിയാവും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം നമ്പർ 2. ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും 53% പേർ ഗണിതത്തിലും പരാജയപ്പെട്ടു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഒന്നാമത്തെ വൃത്തത്തിൽ ഇംഗ്ലീഷിന് പരാജയപ്പെട്ടവരാ, തോറ്റുപോയവരാ. ഇംഗ്ലീഷിന് തോറ്റുപോയവരല്ല, ഒരു വട്ടത്തിനകത്ത് നിൽക്കുക കയറി. ഓക്കെ, ഗണിതത്തിൽ തോറ്റ 53% പേര് അടുത്ത വട്ടത്തിൽ നിൽക്കുക. അപ്പം നമ്മളിപ്പോൾ തൽക്കാലം വട്ടം ഇനി വരയ്ക്കുന്നില്ല. നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, എ ബി പി ദാറ്റ് ഈസ് ഈക്വൽ ടു സി പി. എന്തായിരുന്നു? ടി സി. അപ്പൊ ടി സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി പി. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആദ്യം അവർ പറഞ്ഞേക്കുന്നത് ഇംഗ്ലീഷിന് ഫെയിൽ ആയവരാ. ബാക്കി വായിക്കാനുണ്ട്, നമുക്കത് പിന്നീട് വായിക്കാം. ഇംഗ്ലീഷിന് ഫെയിൽ ആയത് എത്ര? 40%. അതിനെയാണ് നമ്മൾ എ എന്ന് വിളിക്കുന്നത്. അപ്പൊ എയിൽ ഇംഗ്ലീഷിന് ഫെയിൽ ആയവർ കയറി നിൽക്കുക. ഇനി അടുത്തത് ഗണിതം, മാത്സ്. അപ്പൊ മാത്സിന് ഫെയിൽ ആയത് എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 53% ഉണ്ട്. അത് ബി എന്ന സർക്കിളിൽ കയറി നിൽക്കുക. ഇനി 2 വിഷയങ്ങളിലും 15% പേര് തോറ്റു.
ഇപ്പൊ 2 വിഷയങ്ങളിലും 15% പേര് തോറ്റു. അപ്പൊ കോമൺ ആയിട്ട് 15% പേരുണ്ട്. അതാണ് സി. ക്ലിയർ അല്ലേ? 2 വിഷയത്തിനും തോറ്റു. അപ്പൊ ഇവിടെ ആദ്യം പരാജയപ്പെട്ടവരാ 2 സർക്കിളിൽ തന്നേക്കുന്നത്. ഇപ്പൊ 2 വിഷയത്തിനും തോറ്റവര് കോമൺ ആയിട്ട് തോറ്റവരാ, അത് 2നും ബാധകമാണ്. അതിനെ നമ്മൾ കോമൺ എന്ന് അറിയപ്പെടുന്നു, സി. ഇനി 2 വിഷയങ്ങളിലും വിജയിച്ചവരെത്ര? അപ്പൊ അതെന്തോ 2 വിഷയങ്ങളിലും വിജയിച്ചവര് ഇവര് പരാജയപ്പെട്ടവരാ. നമുക്ക് കണ്ടെത്തേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ പുറത്തുള്ള താല്പര്യം. ഓക്കെ, നമുക്ക് പരാജയപ്പെട്ടതിന്റെ എണ്ണമൊക്കെ തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടെത്തേണ്ടത് അതിന് ഓപ്പോസിറ്റ് ഉള്ളവർ, പുറത്തുള്ളവർ. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എക്കകത്ത് വന്നാൽ ഇംഗ്ലീഷിന് തോറ്റവരാ എക്കകത്ത് വരുന്നത്, ബിക്കകത്ത് വരുന്നത് മാത്സിന് തോറ്റവരാ. എന്തിനകത്തെങ്കിലും തോറ്റായിരുന്നേ എക്കകത്തോ ബിക്കകത്തോ വന്നേനെ. ഇപ്പൊ 2 വിഷയത്തിനും ജയിച്ചു പോയവർ എക്കകത്തോ ബിക്കകത്തോ വരത്തില്ല. അപ്പൊ അവര് പുറത്തു പോകും. അപ്പൊ പി എ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നമ്മുടെ ഇക്വേഷൻ ടി സി എന്ന് പറഞ്ഞു കിട്ടുന്ന ഓർക്കണ്ടേ, എ ബി പി കാരെ അടിച്ചതിന് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഞാൻ ചുമ്മാ കണക്ഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളു, ചുമ്മാ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പൊ ടി സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി പി, ടി സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി പി, ടി സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി പി ഇക്വേഷൻ. അപ്പൊ ടി എന്ന് പറഞ്ഞാൽ എത്ര? 100%. പെർസെൻറ്റേജ് പ്രകാരം ടി എപ്പോഴും 100 അല്ലേ? ഓക്കെ. പ്ലസ് സി കോമൺ എത്ര? 15%. ദാറ്റ് ഈസ് ഈക്വൽ ടു എ എത്ര? ഫസ്റ്റ് സർക്കിളിലുള്ളവർ 40%. പ്ലസ് ബി എത്ര? 53%. പി എന്തുവാ കണ്ടെത്തണം. അപ്പൊ 100 പ്ലസ് 15 115, 40 പ്ലസ് 53 93 പ്ലസ് പി. നമുക്ക് പി സോൾവ് ചെയ്തെടുക്കണം. അപ്പൊ 93 ഇപ്പുറത്ത് വരണം. അപ്പൊ 115 മൈനസ് 93 ദാറ്റ് ഈസ് ഈക്വൽ ടു പി. അപ്പൊ 115 ന്ന് 93 മൈനസ് ചെയ്യണം. 5 ന്ന് 3 പോയ 2, 15 ന്ന് 9 പോയ 2, 22 എന്ന് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു പി. 22% ആൾക്കാർ. ക്ലിയർ അല്ലേ? 22 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഡി. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. ഈ ഇക്വേഷൻ മനസ്സിലാക്കുക. 2 കാറ്റഗറി ഉള്ളപ്പോൾ മാത്രമേ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ളതാണ് മറ്റൊരു സത്യം. അടുത്ത ക്വസ്റ്റ്യൻ, ചോദ്യം നമ്പർ 3. ഒരു പരീക്ഷയിൽ കുട്ടികളിൽ 70% ഇംഗ്ലീഷിനും 65% കണക്കിനും ജയിച്ചപ്പോൾ 27% 2 വിഷയത്തിനും തോറ്റു. അപ്പൊ അതെന്തോ അത് 27% 2 വിഷയത്തിനും തോറ്റുപോയി എന്നുവെച്ചാൽ പുറത്തുള്ളവരാ. അങ്ങനെ മനസ്സിലാക്കാവുന്ന വഴിയെ പറഞ്ഞുതരാം. എങ്കിൽ വിജയ ശതമാനം എത്ര? നമുക്ക് നോക്കാം. 70% ഇംഗ്ലീഷിനും 65% കണക്കിനും ജയിച്ചു. അപ്പൊ ഇംഗ്ലീഷിന് ജയിച്ചവര് 70%. ഇത് നമ്മൾ എ എന്ന് പറയുന്ന സർക്കിളാണ്. ഇംഗ്ലീഷിന് പാസ്സായവരാണ് ജയിച്ചവര്. അതേ പോണക്ക് മാത്സിന് പാസ്സായവര് എത്ര? 65%. ഇതിനെ നമുക്ക് ബി എന്നും വിളിക്കാം. അപ്പൊ ഇംഗ്ലീഷിന് ജയിച്ചവരെല്ലാം എക്കകത്ത് പെടുന്നു, മാത്സിന് ജയിച്ചവരെല്ലാം ബിക്കകത്ത് പെടുന്നു. ഇപ്പൊ 2നും ജയിച്ചവർ കോമൺ ആണ്. അപ്പൊ 2നും ജയിച്ചവർ കോമൺ ആണ്, അതോടെ നിൽക്കട്ടെ. 27% പേര് 2 വിഷയത്തിനും തോറ്റു. അപ്പൊ ആ 27% ഇതിനകത്തോ ഇല്ല, കാരണം 2 വിഷയത്തിനും തോറ്റുപോയവരാണ്. ഏതെങ്കിലും ജയിച്ചായിരുന്നേ ഇവിടെ എവിടെയെങ്കിലും വന്നേനെ, ശരിയല്ലേ? ഇംഗ്ലീഷിന് ജയിച്ചായിരുന്നേ എക്കകത്ത് കണ്ടേനെ, മാത്സ് ജയിച്ചായിരുന്നേ ബിക്കകത്ത് കണ്ടേനെ. 2 ജയിച്ചില്ല, ഇപ്പൊ പുറത്തുള്ളവരാ. അപ്പൊ പുറത്തുള്ള 27% ആൾക്കാർ. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ എങ്കിൽ വിജയ ശതമാനം എത്ര? വിജയ ശതമാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു സ്കൂളിൽ 10 വിഷയം ഉണ്ടെങ്കിൽ 10 എണ്ണത്തിനും ജയിക്കുന്നവരാ വിജയിക്കുന്നവര്. ഒരെണ്ണത്തിനെങ്കിലും തോറ്റാ പിന്നെ അയാൾ വിജയിച്ചവരുടെ കൂട്ടത്തിലില്ല. മനസ്സിലായില്ലേ? എല്ലാ വിഷയത്തിനും ജയിച്ചവരെ പാസ്സായി പോകത്തുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പം ഇവിടെ 2 എണ്ണേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ 2 എണ്ണത്തിനും വിജയിച്ചവരാണ് വിജയ ശതമാനം നിർണ്ണയിക്കുന്നത്, ശരിയല്ലേ? ഇപ്പൊ വിജയ ശതമാനം ആരാ തീരുമാനിക്കുന്നത്? 2 എണ്ണത്തിനും ജയിച്ചവർ. എന്നുവെച്ചാൽ എല്ലാത്തിനും ജയിച്ചവരാണ് ജയിച്ചവർ. എല്ലാത്തിനും ജയിച്ചവരുടെ എണ്ണമാണ് വിജയ ശതമാനം വെച്ച് വിജയ ശതമാനത്തിലേക്ക് പോകുന്നത്. ഓക്കെ, ഇവരെല്ലാത്തിനും ജയിക്കണം. വിജയ ശതമാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ എല്ലാത്തിനും ജയിക്കണം. ഏതെങ്കിലും തോറ്റുപോയ അയാള്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ 2നും ജയിച്ചവരാണ് കണ്ടുപിടിക്കേണ്ടത്. സി കണ്ടുപിടിക്കണം.
കോമൺ പാർട്ട്. വിജയശതമാനം എത്ര എന്നതാണ് ചോദ്യം. വിജയശതമാനം എന്ന് പറഞ്ഞാൽ രണ്ടിനും പാസ്സാവണം. സി, അതിന്റെ ശതമാനം എത്ര എന്ന് കണ്ടുപിടിക്കേണ്ട കോമൺ. ശരിയല്ലേ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ പ്രകാരം ടി സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി പി. എല്ലാം പ്ലസ് ആണ്. ടി എന്ന് പറഞ്ഞാൽ 100, സി എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ കണ്ടെത്തണം. എ എന്ന് പറഞ്ഞാൽ 70, ബി എന്ന് പറഞ്ഞാൽ 65, പി എന്ന് പറഞ്ഞാൽ 27. കറക്റ്റ് അല്ലേ? അപ്പൊ 100 പ്ലസ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു കൂട്ടിക്കോ 60ഉം 70ഉം 65ഉം 27ഉം 7 5 12 1 7ഉം 7ഉം 14 14ഉം 2ഉം 16 162. ക്ലിയർ അല്ലേ? 7 5 12 1 3 6 3 9 7 16 6 1 1 172. അപ്പൊ സി എന്ന് പറയുന്നത് 100 അപ്പുറത്ത് കൊണ്ടുപോകണം. 162 മൈനസ് 100 62%. എന്നുവെച്ചാൽ വിജയ ശതമാനം എത്രയാന്ന് വെച്ചാൽ 62%. ഓപ്ഷൻ ഡി. ഓക്കെ, മനസ്സിലായില്ലേ? വളരെ ഈസിയാണ്, വളരെ സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഗ്രാമത്തിൽ 5000 ആളുകളുണ്ട്. ഇതിൽ 35% ഇംഗ്ലീഷും 60% ഹിന്ദിയും സംസാരിക്കും. അപ്പം ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ എത്ര? ബാക്കി പിന്നെ വായിക്കാമേ. 35%. അതാണ് നമ്മുടെ എ എന്ന് പറയുന്ന സർക്കിൾ. അപ്പൊ എക്കകത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെല്ലാം വരും. 60% ഹിന്ദിയും സംസാരിക്കും. അപ്പൊ ഹിന്ദി സംസാരിക്കുന്നവര് 60%. അപ്പൊ അതാണ് നമ്മുടെ ബി എന്ന് പറയുന്ന സർക്കിൾ. അപ്പൊ ഇംഗ്ലീഷ് സംസാരിച്ചാൽ എയിൽ പെടും, ഹിന്ദി സംസാരിച്ചാൽ ബിയിൽ പെടും, രണ്ടും സംസാരിച്ചാൽ കോമണിൽ പെടും, ഒന്നും സംസാരിക്കുന്നില്ലേ പുറത്തു പോകും. ഓക്കെ, 30% ഇംഗ്ലീഷോ ഹിന്ദിയോ സംസാരിക്കുന്നില്ല, പുറത്തുപോയി. അപ്പൊ 30% പി ആണ്. എങ്കിൽ ഇംഗ്ലീഷ് ഹിന്ദിയും സംസാരിക്കുന്നവർ, രണ്ടും സംസാരിക്കുന്നവർ കോമൺ ആണ്. കോമൺ എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ റിസൾട്ട് അനുസരിച്ച് ടി പ്ലസ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി പി. ടി 100 ആണ്, കോമൺ അറിയത്തില്ല, കണ്ടുപിടിക്കണം. എ 35 ആണ്, ബി 60 ആണ്, പി 30 ആണ്. ഇതെല്ലാം ശതമാനമാണ്. അപ്പൊ ടി 100% എന്ന് തന്നെ കൊടുക്കണം. ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആൾക്കാരാണ്. ഈ 5000 ബുക്ക് എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കരുത്. ശതമാനം അത് തന്നെ ആയിരിക്കണം. അപ്പം 100 പ്ലസ് സി ഇത് കൂട്ടണം. 30 30 60 125 എന്ന് വരും. സി കണ്ടെത്താൻ 100 അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പൊ 125 മൈനസ് 100 25 നേട്ട്. ഇത് ശതമാനം ആയതുകൊണ്ട് 25% പേര് കോമൺ ആണ്. രണ്ടും സംസാരിക്കും, ഇംഗ്ലീഷും സംസാരിക്കും, ഹിന്ദിയും സംസാരിക്കും. 25% പേര്. എന്തിന്റെ 25%? മൊത്തം ആളുകളുടെ 25%. എന്ന് വെച്ചാൽ 5000 പേരാണ് മൊത്തം ഉള്ളത്, അതിന്റെ 25%. ഈ 2 0 2 0 കട്ട് 25 5 125. ഈ 0 ചേർത്ത് 1250. ഓക്കെ, ഓപ്ഷൻ സി. Among 250 students, 250 കുട്ടികളിൽ 110 students like football, 110 പേര് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നു. അപ്പൊ 110 പേര് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ 110 പേര് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. 110 പേര് അത് എ എന്ന് പറയുന്ന സർക്കിളിൽ പെടും. ആൻഡ് 152 സ്റ്റുഡൻസ് ലൈക്ക് ക്രിക്കറ്റ്. അപ്പൊ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവര് 152 പേരാണ്. അപ്പൊ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവര് 152 പേര്. അത് ബി എന്ന് പറയുന്ന സർക്കിളിൽ പെടും. അപ്പൊ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവര് 110 പേര്. അപ്പൊ എ എന്ന് പറയുന്ന സർക്കിളിൽ പെടുന്നു. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവര് 152 പേര്. അത് ബി എന്ന് പറയുന്ന സർക്കിളിൽ പെടുന്നു. ആൻഡ് 53 സ്റ്റുഡൻസ് ലൈക്ക് ബോത്ത് ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ്. ഇപ്പൊ രണ്ടും ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നത് 53 പേരുണ്ട്. അത് കോമൺ പാർട്ടി പെടും. കോമൺ. ഹൗ മെനി സ്റ്റുഡൻസ് ലൈക്ക് നെയ്തർ ഫുട്ബോൾ നോർ ക്രിക്കറ്റ്. രണ്ടും ഇഷ്ടപ്പെടാത്തവർ ഒരിക്കലും എക്കകത്തോ ബിക്കകത്തോ വരാൻ പാടില്ല. എക്കകത്ത് വന്നാൽ അത് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരായി മാറുക, ബിക്കകത്ത് വന്നാൽ അത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരായിട്ട് മാറുക. രണ്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ 2 സർക്കിളിൽ സ്ഥാനമില്ല അവർക്ക്, അവർ പുറത്തുപോയി. അപ്പൊ പി ആണ് കണ്ടെത്തേണ്ടത്. ഇക്വേഷൻ ടി പ്ലസ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി പി. ടി 100, സി സോറി 2. ഇവിടെ കണ്ട ടി ഞാൻ 100 ഇട്ടത് പെർസെൻറ്റേജ് ആണെങ്കിൽ 100 ഇടാൻ പാടുള്ളൂ. ഇപ്പൊ പെർസെൻറ്റേജ് അല്ല, ഇപ്പൊ 100 അല്ല. ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആൾക്കാരാണ്. അത് തന്നിട്ടുണ്ട് 250 പ്ലസ് കോമൺ
53, എ 110, ബി 152 പ്ലസ് പി അറിയത്തില്ല, കണ്ടുപിടിക്കണം. 250 53 303, 110 152 262 പ്ലസ് പി. ശരിയല്ലേ? ഈ 262 ഇപ്പുറത്ത് കൊണ്ടുവന്ന 303 മൈനസ് 262 ദാറ്റ് ഈസ് ഈക്വൽ ടു പി. പുറത്തുള്ളവർ രണ്ടും ഇഷ്ടപ്പെടാത്തവർ. അപ്പൊ 303 262 വേണം. 3 2 1 10 6 4 41 പേര്. എന്നുവെച്ചാൽ ഒന്നും ഇഷ്ടപ്പെടാത്തത് 41 പേരുണ്ട്. പെർസെൻറ്റേജ് അല്ല, 41 പേര്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. An official meeting is attended by 130 department employees. ഓക്കെ, എൻ്റെ അർത്ഥം പറഞ്ഞിട്ട് ബാക്കി വായിക്കാം. ഒരു മീറ്റിങ്ങിൽ 130 പേര് പങ്കെടുത്തു. ശരി. ഓഫ് ദം അവരിൽ 66 ഡ്രിങ്ക് ടീ. അവരിൽ 66 പേര് ടീ കുടിച്ചു. ഇപ്പൊ ടീ കുടിച്ചത് 66 പേര്. 56 ഡ്രിങ്ക് കോഫി. 56 പേര് കോഫി കുടിച്ചു. ആൻഡ് 63 ഡ്രിങ്ക് ജ്യൂസ്. ഇപ്പൊ 3 എണ്ണം ഇവിടെ കുടിച്ചിട്ടുണ്ട്. ജ്യൂസ് 63 പേര് ഡ്രിങ്ക് ജ്യൂസ് കുടിച്ച്. ഇപ്പൊ ടീ കുടിച്ചവരുണ്ട്, കോഫി കുടിച്ചവരുണ്ട്, ജ്യൂസ് കുടിച്ചവരുണ്ട്. ഇവിടെ നമുക്ക് നേരത്തെ ഇക്വേഷൻ പറ്റത്തില്ല. ഓക്കെ, നേരത്തെ ഇക്വേഷൻ പറ്റത്തില്ല. അപ്പൊ നമുക്കൊന്ന് സർക്കിൾ വരയ്ക്കാം. സർക്കിൾ അപ്പൊ 3 എണ്ണം നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. താഴോട്ടുണ്ട്, നമുക്കത് പിന്നെ നോക്കാം. ഇത് കണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ ടീ കുടിച്ചവരാ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കോഫി കുടിച്ചതാ. ഇപ്പൊ ടീ കുടിച്ച എത്ര പേരുണ്ട്? 66 പേരുണ്ട്. കോഫി കുടിച്ച എത്ര പേരുണ്ട്? 56 പേരുണ്ട്. രണ്ടും കുടിച്ചവരാ ഈ ഭാഗത്ത് വരുന്നത്. അത് നമുക്ക് പിന്നീട് എഴുതാം. പിന്നെ മൂന്നാമതൊരെണ്ണം കൂടെ, അതിങ്ങനെ വേണം വരയ്ക്കാൻ. 63 ഡ്രിങ്ക് ജ്യൂസ്. ഇത് ജ്യൂസ് കുടിച്ചവരാ 63. ഇത് നോക്കുവാണെങ്കിൽ ഈ ഭാഗം നോക്കുവാണെങ്കിൽ ഈ സർക്കിൾ ഫുള്ള് ടീ കുടിച്ചതാ. ഈ ഭാഗം നോക്കുവാണെങ്കിൽ വേറെ ഒരു എണ്ണത്തിന്റെ പാർട്ടല്ല. അപ്പൊ ഇത് ടീ മാത്രം കുടിച്ചവരാ. ഹൗ മെനി ഡ്രിങ്ക് ഉള്ളി ടീ. ഇവിടെ എത്ര പേര് വരുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതിനകത്തോട്ട് കിടന്ന വേണ്ടേ ടീയും ജ്യൂസും കുടിച്ചവരായത്. രണ്ടും കുടിച്ചവര്. ഇവര് രണ്ടും കുടിച്ചതാ. ഓക്കെ, തുടരാം. 27 ഡ്രിങ്ക് ടീ ആൻഡ് കോഫി. ടീയും കോഫിയും കുടിച്ച 27 പേരുണ്ട്. ടീ ഇതാണ്, കോഫി ഇതാണ്. ഇത് രണ്ടും കുടിച്ച 27 പേരുണ്ട്. അതായത് ഇത്രയും പേര് 27 പേരാ. ഇത്രയെന്ന് വെച്ചാൽ ഇത്രയാണ് കേട്ടോ. ഇത്രയും. നിങ്ങൾ നോക്ക്, ഈ ഭാഗം എന്ന് പറഞ്ഞാൽ 3 കുടിച്ചതാ. അപ്പൊ ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്ക്. 5 എംപ്ലോയീസ് താഴോട്ട് വായിക്കപ്പെടാ. ബാക്കിയൊക്കെ നമുക്ക് ഇടയ്ക്ക് വായിക്കാണ്ട്, പിന്നെ വായിക്കാം. 5 എംപ്ലോയീസ് ഡ്രിങ്ക് ആൾ ഓഫ് 3. 5 പേര് 3 കുടിച്ചവരാ. അപ്പൊ 5 ഇവിടെ വരും. 5. ഇനി ടീയും കോഫിയും കുടിച്ചവരെന്ന് പറഞ്ഞാൽ അത് വേറെ പലതും കുടിച്ചു കാണും. പക്ഷെ ടീയും കോഫിയും കുടിച്ചത് 27 പേരുണ്ട്. ഈ 27 പേര് 5 പേര് ജ്യൂസും കൂടെ കുടിച്ചിട്ട് നിൽപ്പുണ്ട്. നൈസിന് മാറിയപ്പുറത്ത് നിൽപ്പുണ്ട്, ജ്യൂസ് കൂടെ കുടിച്ചിട്ട്. 27 പേര് ആരൊക്കെയാണ് ടീയും കോഫിയും കുടിച്ചവർ കൈപൊക്കിക്കേ എന്ന് പറഞ്ഞാൽ 27 പേര് ഉറപ്പായിട്ടും കൈപൊക്കും. ആ 27 കൈകളിൽ 5 പേരുടെ കൈ ജ്യൂസ് കുടിച്ചവരെ ആയിരിക്കും. ആ 5 പേര് ഞാൻ ജ്യൂസും കൂടെ കുടിച്ചിട്ടുണ്ട് എന്ന് ചിന്തിച്ച് അവിടെ കൈപൊക്കി നിൽക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. ജ്യൂസ് കുടിക്കാതെ ടീയും കോഫിയും മാത്രം കുടിച്ചവർ എത്രയാന്ന് വെച്ചാൽ അത് ഇവിടെ വരുന്നത്. മനസ്സിലായിക്കോണം. 27 പേര് 5 പേര് മാറ്റിയാൽ ബാക്കി 22 പേര് ഇവിടെ കാണും. ഇത്രയും ടീയും കോഫിയും കുടിച്ചവരാണ് 27 പേര്.
ആ 27 പേര് രണ്ടും കുടിച്ച് 27 പേര് 5 പേര് ജ്യൂസും കൂടെ കുടിച്ചിട്ട് നിൽപ്പുണ്ട്. ബാക്കി 22 പേര് അത് രണ്ടും മാത്രം കുടിച്ചവരുമായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് 25 ഡ്രിങ്ക് കോഫി ആൻഡ് ജ്യൂസ്. കോഫി ജ്യൂസ്. ഇത് 22 പേര് കോഫിയും ജ്യൂസും കുടിച്ചവരാണ്. ഇത് കണ്ടോ, ഈ പാർട്ട് കണ്ടോ, ഈ സർക്കിളിന്റെയും കൂടെ കോമൺ പാർട്ടാണ് ഇത്. ഇതിനകത്ത് 25 പേരുണ്ട്. ആ 25 പേര് 5 പേര് ഇവിടെ അയക്കുക, 20 പേര് ഇവിടെ ആയിരിക്കും. നേരത്തെ പറഞ്ഞ അതേ സാധനം. കോഫിയും ജ്യൂസും കുടിച്ചവർ കൈവക്കിക്കേ, 25 പേര് കൈവക്കും. ആ 25 പേര് ടീ കുടിച്ച 5 പേരുണ്ട്, 3 കുടിച്ച 5 പേരുണ്ട്, ബാക്കി 20 പേര് കോഫിയും ജ്യൂസും മാത്രം കുടിച്ചവര്. ജ്യൂസ് മാത്രമേ ഞങ്ങൾ കുടിച്ചിട്ടുള്ളൂ, വേറെ അതിൽ കൂടുതൽ കുടിച്ചിട്ടില്ല എന്ന് പറയുന്ന 20 പേരുണ്ട്. ഓക്കെ. ഇനി അടുത്ത 23 പേര് ഡ്രിങ്ക് ജ്യൂസ് ആൻഡ് ടീ. 23 പേര് ഡ്രിങ്ക് ജ്യൂസ് ആൻഡ് ടീ. ഇത് ടീ, ഇത് ജ്യൂസ്. ജ്യൂസും ടീയും കുടിച്ചവര് കൈപൊക്കിക്കേ എന്ന് പറഞ്ഞാൽ, ജ്യൂസും ടീയും കുടിച്ചവര് കൈപൊക്കിക്കുക എന്ന് പറഞ്ഞാൽ 23 പേര് കൈപൊക്കും. ആ 23 പേര് ഈ ഭാഗത്തായിരിക്കും നിൽക്കുന്നത്. ആ 23 പേര് 5 പേര് 3 കുടിച്ചവരാ, ബാക്കി 18 പേര് ഇവിടെ നിൽക്കും. ഓക്കെ. നമ്മുടെ ചോദ്യം 5 എംപ്ലോയീസ് ഡ്രിങ്ക് ആൾ ഓഫ് 3. 3 കുടിച്ചവര് 5 പേരുണ്ട്, അത് നടുക്ക് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഹൗ മെനി ഡ്രിങ്ക് ടീ ഒള്ളി. എത്ര പേര് ടീ മാത്രം കുടിച്ച്. ഇപ്പൊ എത്ര പേര് ടീ മാത്രം കുടിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്കിൾ കണ്ടോ, ഈ ഒരു സർക്കിളിൽ നിൽക്കുന്നവരാണ് 66 പേര്. ഈ 66 പേര് ഇവിടെ കുറെ പേര് നിൽപ്പുണ്ട്, അവരെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. വേറെ ഒരു സർക്കിളിന്റെ പാർട്ട് ആവാതെ ഇവിടെ നിൽക്കുന്ന കുറച്ച് പേര്, അത് എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കണ്ടേ. ടീ മാത്രം കുടിച്ച് എനിക്ക് ജ്യൂസോ കോഫിയോ ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, അത് എത്ര പേരുണ്ടെന്ന് കണ്ടെത്താം. അത് എത്ര പേരുണ്ടെന്ന് കണ്ടെത്താൻ ഈ സർക്കിളിനകത്ത് മൊത്തം 66 പേരുണ്ട്. അത് 22, 5, 18 ഇത്രയും പേരെ നിങ്ങൾക്ക് വിസിബിൾ ആണ്. ഇവരെ കാണുന്നില്ല, നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കണം. പക്ഷേ ബാക്കിയൊക്കെ ജ്യൂസ് കുടിക്കാൻ പോകുന്നവരുടെ ലിസ്റ്റ് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഓക്കെ. ടീ കുടിച്ചിട്ട് അതിനിടയ്ക്കൂടെ മറ്റ് ജ്യൂസുകളും കൂടെ കുടിക്കാൻ പോയാൽ, മറ്റ് ഡ്രിങ്കും കൂടെ കുടിക്കാൻ പോയവരുടെ ലിസ്റ്റ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ അവരെ അങ്ങ് മാറ്റിയാൽ പോരെ. അപ്പൊ അവരാരൊക്കെയാ? ഈ 22 പേരുണ്ട്, ഈ 5 പേരുണ്ട്, ഈ 18 പേരുണ്ട്. ഇപ്പൊ 8ഉം 2ഉം 10, 5, 15 ഇഷ്ടം 1, 2, 1, 3, 1, 4, 45 പേര് ഇതിനിടയ്ക്കൂടെ എന്തൊക്കെയോ കുടിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ 66 പേര് ടീ കുടിച്ചവരാണെന്ന് നിങ്ങൾക്കറിയാം. 45 പേര് ടീ മാത്രമല്ല അതിന്റെ ഇടയ്ക്കൂടെ പോയി മറ്റു ഡ്രിങ്ക് കൂടെ കുടിച്ചിട്ട് വന്നിട്ടുള്ളവരാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഈ 66 പേരിൽ നിന്ന് ഈ 45 പേരെ അങ്ങോട്ട് ഒഴിവാക്കി നിർത്തിയാൽ ബാക്കിയുള്ളവർ ടീ മാത്രം കുടിച്ചവരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ 6 × 5 = 1, 6 × 4 = 2, 21 പേര് ടീ മാത്രം കുടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പമ്മിപ്പോണ്ട്. ഓക്കെ. ഓപ്ഷൻ ഡി. ഒരു നഗരത്തിലെ 80% ആൾക്കാർക്കും ഒരു കണ്ണിൽ പാടുണ്ട്. അപ്പൊ കണ്ണിൽ പാടുള്ള 80% ആൾക്കാരുണ്ട്. അടുത്തത് 80% ആൾക്കാർക്ക് ഒരു ചെവിയിൽ പാടുണ്ട്. അപ്പൊ ചെവിയിൽ പാടുള്ള 80% ആൾക്കാർ വീണ്ടും ഉണ്ട്. 75% ആൾക്കാർക്ക് ഒരു കയ്യിലും. അപ്പൊ കയ്യില് 75% ആൾക്കാർക്ക് പാടുണ്ട്. 85% ആൾക്കാർക്ക് ഒരു കാലിലും. അപ്പൊ കാലില് 85% ആൾക്കാർക്ക് പാടുണ്ട്. കാലിലും പാടുണ്ട് എന്നുവെച്ചാൽ 4 എണ്ണത്തിലാണ്. നേരത്തെ 3 എണ്ണേ ഉള്ളു. നമ്മുടെ ഇക്വേഷൻ പരാജയപ്പെട്ട് പടം നമ്മൾ വരച്ച് ചെയ്ത്. ഇവിടെ 4 എണ്ണം ഉണ്ട്. പടവും പരാജയപ്പെടും. ഓക്കെ. പടവും പരാജയപ്പെടും വെച്ചാൽ ഈ ക്വസ്റ്റിനിൽ പരാജയപ്പെടും. ഓക്കെ. അപ്പൊ കണ്ണിൽ പാടുള്ള 80% പേരുണ്ട്, ചെവിയിൽ പാടുള്ള 80% പേരുണ്ട്, കയ്യിൽ പാടുള്ള 75% പേരുണ്ട്, കാലിൽ പാടുള്ള 85% പേരുണ്ട്. X% ആൾക്കാർക്ക് എല്ലാ 4 അവയവങ്ങളിലും പാടുണ്ട്. എക്സിന്റെ ഏറ്റവും കുറഞ്ഞ മൂല്യം എത്രയാണ്? ഈ 4 പോയിന്റ് മാത്രം തന്നിട്ട് കോമൺ ഈ 4 പാടുള്ളവരുടെ എണ്ണമായി എക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. 4 X% ആൾക്കാർക്ക് എല്ലാ അവയവങ്ങളിലും പാടുണ്ട്. എക്സിന്റെ ഏറ്റവും കുറഞ്ഞ മൂല്യം എത്രയാണ്? അപ്പൊ 4 എണ്ണത്തിലും കോമൺ ആയിട്ട് വരുന്നത്. കോമൺ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഈ 4 എണ്ണം തന്നിട്ട് കോമൺ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ
നിങ്ങൾക്ക് ഇതിന്റെ ഒന്നുകിൽ ഏറ്റവും കൂടിയ മൂല്യമോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ മൂല്യമോ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇടയ്ക്കൊക്കെ വരുന്നതൊക്കെ കണ്ടെത്തണമെങ്കിൽ ബാക്കി ഇടയ്ക്ക് ഇതിനകത്ത് രണ്ടിനും എത്ര പേരുണ്ട്, ഇതിനകത്ത് എത്ര പേരുണ്ട്, ഈ മൂന്നെണ്ണത്തിനകത്ത് എത്ര പേരുണ്ടെന്നുള്ള അളവുകളെല്ലാം തരണം. എന്നാലേ എക്സിന്റെ കറക്റ്റ് മൂല്യം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് ഏറ്റവും കുറഞ്ഞ മൂല്യമോ അല്ലെങ്കിൽ ഏറ്റവും കൂടിയ മൂല്യമോ കണ്ടെത്താൻ കഴിയും. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, എക്സിന്റെ ഏറ്റവും കുറഞ്ഞ മൂല്യ ചോദ്യം, ഏറ്റവും കൂടിയ മൂല്യം എത്ര? അത് ഇതിനകത്ത് ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും, 75%. ഈ 4 അവയവങ്ങളിലും പാടുള്ള കോമൺ ആയിട്ട് പാടുള്ള ഏറ്റവും വലിയ മൂല്യം എത്രയെന്ന് വെച്ചാൽ അത് ഈ എണ്ണത്തിൽ ഏറ്റവും വലുതായിരിക്കും, 75%. 75% എക്സിന്റെ ഏറ്റവും വലിയ മൂല്യം ഇതിനകത്ത് ഏറ്റവും ചെറിയ മൂല്യമായിരിക്കും. എക്സിന്റെ ഏറ്റവും വലിയ മൂല്യം, എക്സിന്റെ ഏറ്റവും വലിയ മൂല്യം എത്ര? ഇതിനകത്തുള്ളതിൽ ഏറ്റവും ചെറുത്. അപ്പൊ കണ്ണിൽ പാടേണ്ട 80, ചെവിയിൽ പാടേണ്ട 80, കയ്യിൽ പാടേണ്ട 75, കാലിൽ പാടേണ്ട 85. അപ്പൊ ഈ കയ്യിൽ പാടുള്ള 75 പേർക്കും ഇതിനകത്തും വരാമല്ലോ. പക്ഷെ ഈ 85 കാലിൽ പാടുള്ള 85% ആൾക്കാർക്ക് ഇതിനകത്ത് വരാൻ പറ്റത്തില്ല. കാരണം ഇത് ആൾറെഡി 75 വരെ ഉള്ളു ഇതിനകത്ത്. അപ്പൊ ഈ 85 വരെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അപ്പൊ മാക്സിമം വില 75 ആയിരിക്കും. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും കുറഞ്ഞ മൂല്യം എത്രയാണ്? ഏറ്റവും കുറഞ്ഞ മൂല്യം അത് കണ്ടെത്താൻ ഒരു എളുപ്പവഴി ഞാനങ്ങ് പറയാം. പിന്നെ ഇതിന്റെ ഒരു യഥാർത്ഥ ചിന്തയും കൂടെ കാണിച്ചു തരാം. യഥാർത്ഥ ചിന്ത എത്രത്തോളം മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എന്നാലും പറഞ്ഞുതരാം. ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. കുറഞ്ഞ മൂല്യമാണ് എക്സിന്റെ കോമൺ ആയിട്ടുള്ളതിന്റെ ഏറ്റവും കുറഞ്ഞ മൂല്യമാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ കുറയ്ക്കണം. ശതമാനം ആയതുകൊണ്ട് 100 നിന്ന് കുറച്ച് നോക്കണം. ഓക്കെ, കാണിച്ചു തരാം. കണ്ണിൽ പാടുള്ള 80%, 100 നിന്ന് 80 കുറയ്ക്ക്. ബാക്കി 20% പേർക്ക് കണ്ണിൽ പാടില്ല എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ചെവിയിൽ പാടുള്ള 80% പേരുണ്ട്. ബാക്കി 20% പേർക്ക് ചെവിയിൽ പാടില്ല എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പറയാം. ഞാൻ എളുപ്പവഴിയെ ഇപ്പോൾ പറയുന്നത്, യഥാർത്ഥ വഴി വേറെ ഉണ്ട്, കാണിച്ചു തരുന്നതാണ്. വഴിയെ കാണിച്ചു തരുന്നതാണ്. കയ്യിൽ പാടുള്ള 75% പേരുണ്ട്. ബാക്കി 25% പേര്. കാലിൽ പാടുള്ള 85% പേരുണ്ട്. ബാക്കി 15% പേര്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ കൂട്ടുക. ഇത് എളുപ്പവഴി മാത്രമാണ്. ജസ്റ്റ് ഇതെല്ലാം കൂടെ കൂട്ടുക. 20, 20, 40. 40ഉം 25ഉം 15ഉം എത്ര? 40. 40, 40, 80 കിട്ടും. അപ്പൊ 80% കിട്ടും. ഇതല്ല നമ്മുടെ ഉത്തരം. ഇത് വീണ്ടും 100 നിന്ന് കുറയ്ക്കുക. അതായിരിക്കും നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം 100 നിന്ന് ഈ 80 കുറയ്ക്കുന്നതായിരിക്കും 20%. ഓപ്ഷൻ സി. ഇത് എളുപ്പവഴിയാണ്. അപ്പൊ ഈ കോമൺ ആയിട്ടുള്ള ഇപ്പൊ എക്സ് 4 ഇവിടെ ഉണ്ട്. എ ബി സി ഡി 4 സർക്കിൾ ഉണ്ട്. കണ്ണിൽ പാടുള്ള 80% പേര് ഒരു സർക്കിളിൽ, ചെവിയിൽ പാടുള്ള 80% പേര് അടുത്ത സർക്കിളിൽ, കയ്യിൽ പാടുള്ള 75% പേര് അടുത്ത സർക്കിളിൽ, കാലിൽ പാടുള്ള 85% പേര് അടുത്ത സർക്കിളിൽ. നമുക്ക് കോമൺ ആയിട്ടുള്ള വാല്യൂ തന്നിട്ടുണ്ട് എക്സ്. അതിന്റെ ഏറ്റവും കുറഞ്ഞ മൂല്യം കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോന്നും 100 നിന്ന് കുറച്ച് വെക്കുന്നു. എന്നിട്ട് അത് കൂട്ടിയിട്ട് വീണ്ടും 100 നിന്ന് കുറയ്ക്കപ്പം എക്സിന്റെ ഏറ്റവും കുറഞ്ഞ മൂല്യം കിട്ടുന്നു 20. എളുപ്പവഴി. ശ്രദ്ധിക്കണേ, എക്സിന്റെ ഏറ്റവും വലിയ വിലയാണെങ്കിൽ 75. ഓക്കെ, ഇതിന്റെ ലോജിക് ഒന്ന് പറഞ്ഞുതരാം. യഥാർത്ഥ വഴിയുണ്ട്. യഥാർത്ഥ വഴി എന്ന് പറഞ്ഞാൽ ഇച്ചിരി കഠിനകരമാണ്. നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലാവും. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, അതിൽ നിർത്തിയിട്ട് പോകാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. ജസ്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ കളഞ്ഞേ കേട്ടോ. ഓക്കെ, ഇതിന്റെ യഥാർത്ഥ വഴി ഇതാണ്. 100 വരെ മൊത്തം ഉള്ളത് എന്ന് വിചാരിക്കുക. ശതമാനം ആയതുകൊണ്ട് 100 പേര്. കണ്ണിൽ പാടുള്ള 80 പേരുണ്ട്. കണ്ണിൽ പാടുള്ള ഇതൊന്ന്, കണ്ണിൽ പാടുള്ള ഇത് 2, ചെവിയിൽ പാടുള്ള ഇത് 3, കയ്യിൽ പാടുള്ള ഇത് 4, കാലിൽ പാടുള്ള 1. ഏതാ? കണ്ണിൽ പാടുള്ള 80 പേര്. അപ്പൊ കണ്ണിൽ പാടുള്ള 80 പേരുണ്ടെങ്കിൽ മൊത്തം 100 പേരുള്ള കണ്ണിൽ പാടില്ലാത്തൊരു 20 പേര് അപ്പുറത്ത് നിൽക്കുമല്ലോ. ആ 20 പേര് ഇത്. അങ്ങനെ കണ്ണിൽ പാടുള്ള 80 പേര്, കണ്ണിൽ പാടില്ലാത്ത 20 പേര്. അങ്ങനെ ടോട്ടലി 100 പേര്. ഓക്കെ, രണ്ടാമത്തെ കേസിലോട്ട് കിടക്കാൻ പോവാം. ഇനി അടുത്ത പോയിന്റ്, ചെവിയിൽ പാടുള്ള 80 പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 80, 20, 100 പേരുണ്ട്. അപ്പൊ ഈ 100 പേരിൽ നിന്ന് എനിക്ക് ആ 80 വരെ കണ്ടെത്തണം. ചെവിയിൽ പാടുള്ള 80 പേരെ കണ്ടെത്തണം. ചെവിയിൽ പാടുള്ള 80 പേരുണ്ട്. ആ 80 പേര് ഇവരാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിനർത്ഥം രണ്ടെണ്ണം ഇപ്പൊ ആയിട്ടുള്ളു. ആ രണ്ടിടത്തുള്ള കോമൺ പാർട്ട് കൂടി. മനസ്സിലായില്ലേ? കണ്ണിൽ പാടുള്ള 80, ചെവിയിൽ പാടുള്ള 80. അങ്ങനെ ടോട്ടലി രണ്ടിലും കൂടെ പാടുള്ള 80. കോമൺ പാർട്ട് കൂടി. അതല്ല നമുക്ക് ആവശ്യം. കോമൺ പാർട്ട് കുറഞ്ഞിരിക്കണം. കോമൺ പാർട്ട് കുറഞ്ഞിരിക്കണമെങ്കിൽ
ഈ ചെവിയിൽ പാടുള്ള 80 പേരുണ്ടല്ലോ, ആ 80 പേരെ ഞാൻ എടുക്കുന്നത് ഈ കണ്ണിൽ പാടില്ലാത്തവരിൽ നിന്നായിരിക്കണം. ആകെപ്പാടെ കണ്ണിൽ പാടില്ലാത്ത 20 പേരെ ഉള്ളു. അപ്പൊ ആ 20 പേരും ചെവിയിൽ പാടുള്ളവരാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പൊ ഈ 20 പേർക്കും ചെവിയിൽ പാടുണ്ട്. ചെവിയിൽ പാടുള്ള മൊത്തം 80 പേരാ ഉള്ളേ. അതിൽ ഈ 20 പേര് ഇതാ നിൽക്കുന്നത്. ബാക്കി ഇനി 60 പേരെ കിട്ടണം. ആ 60 പേര് ഇവിടുന്ന് ആവാനേ പറ്റൂ. കാരണം 100 പേരാ നിങ്ങളുടെ മുമ്പിലുള്ള. അത് ആ 100 പേര് ഇപ്പം വിസിബിളാ. അതിൽ 80 പേർക്ക് ഇപ്പൊ ചെവിയിൽ പാടുണ്ട്. ആ ചെവിയിൽ പാടുള്ള 20 പേര് ഇതാണ്. ബാക്കി 60 പേര് എവിടെ? ഇവിടുന്ന് എടുക്കണം. അപ്പോൾ ആ 60 പേരെ ഞാൻ ഇവിടുന്ന് എടുത്തു. ഈ 60 പേരുടെ പ്രത്യേകത അപ്പൊ എന്തുവാ? ഈ 80 പേര് കണ്ണിൽ പാടുള്ളവരാണ്. ഒന്ന് കണ്ണിൽ പാടുള്ളവരാണ്. ഈ 60 പേര് ഇപ്പൊ ചെവിയിലും കൂടെ പാടുള്ളവരായി മാറി. രണ്ടും കൂടെ 2 1ഉം 2ഉം ഉള്ളവരാ. കണ്ണും ചെവിയും പാടുള്ളവരാ ഈ 60 പേര്. ക്ലിയർ അല്ലേ? അപ്പൊ 60 പേർക്ക് ഇപ്പം കണ്ണിലും ചെവിയിലും പാടുണ്ട്. കണ്ണിലും ചെവിയിലും പാടുള്ള 60 പേരുണ്ട്. അപ്പൊ 40 പേർക്ക് എവിടെങ്കിലുമൊക്കെ പാടില്ലാതെ നിൽക്കുന്നുണ്ടാവും. മൊത്തം 100 പേരല്ലേ ഉള്ളേ. 40 പേർക്ക് എവിടെങ്കിലുമൊക്കെ പാടില്ലാതെ നിൽക്കുന്നുണ്ടാവും. മനസ്സിലായില്ലേ? ഈ 40 ഏതാന്ന് പറയണോ? അതും കൂടെ പറഞ്ഞാൽ കൂടുതൽ കൺഫ്യൂഷൻ ആവും. ഈ 40 എന്ന് പറഞ്ഞാൽ ഈ 20 കൊണ്ട് പിന്നെ ആൾറെഡി 80 പേര് ഇവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ. ആ 80 പേര് 60 പേർക്ക് ചെവി പാടുണ്ട്. അപ്പൊ ചെവി പാടില്ലാത്ത ഈ 80 പേര് 60 പേർക്ക് ചെവി പാടുണ്ട്. അപ്പം ചെവിയിൽ പാടില്ലാത്ത ഒരു 20 പേര് ഇതിനകത്ത് ബാക്കി വന്നില്ലേ? ആ 20 പേരും കൂടി ഇവിടെ വരും, അപ്പുറത്തെ സൈഡിൽ വരും. അങ്ങനെ 20 + 20 40 ആവുന്നത്. ഈ 20 എന്ന് പറഞ്ഞാൽ താഴോട്ട് ഇറങ്ങിക്കുക, കണ്ണിൽ പാടില്ലാത്തവരാ. പക്ഷെ ഇവർക്ക് ചെവിയിൽ പാടുണ്ട്. ഇതിനകത്ത് ചെവിയിൽ പാടുള്ള 60 പേരെ ഞാൻ ഇവിടെ എഴുതി വെച്ചു. ബാക്കി ചെവിയിൽ പാടില്ലാത്തവർ അപ്പുറത്ത് പോയി. 20 പേര്. ആ 20 ഇത്. ഓക്കെ, അങ്ങോട്ട് നോക്കണ്ട. ഇത് നമുക്ക് ആവശ്യം. എല്ലാത്തിലും വരുന്നവരെ നമുക്ക് ആവശ്യം. അതുകൊണ്ട് അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അടുത്തത്, ഇപ്പൊ നിങ്ങൾക്ക് 100 പേരെ കാണാൻ പറ്റും. 60 പേര് ഇവിടെ, 40 പേര് ഇവിടെ. ഈ 60 പേരുടെ പ്രത്യേകത 60 പേർക്ക് കണ്ണിലും ചെവിയിലും പാടുണ്ട്. കോമൺ പാർട്ട് ഇപ്പൊ 60. ഓക്കെ, 1 നോക്കി 2 നോക്കി. ഇനി കയ്യിൽ 75% പേർക്ക് കയ്യിൽ പാടുണ്ട്. അപ്പൊ ആ 75 പേരെ ഇനി ഞാൻ കണ്ടുപിടിക്കണം. ആ 75 പേര് ഞാൻ ഇവിടോട്ട് കൊണ്ടുവന്ന് കൊടുക്കാൻ നിൽക്കുവാണെങ്കിൽ 3 എണ്ണത്തിലും പാടുള്ളവരുടെ എണ്ണം കൂടും. അത് പാടില്ല. 3 എണ്ണത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും പാടുള്ളവരുടെ എണ്ണം കുറഞ്ഞേ കിട്ടാവൂ. കുറഞ്ഞ മൂല്യം നമുക്ക് ആവശ്യം. അതുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ 75 പേര് ഈ 40 പേരെ കൊടുത്തോ. ഈ 40 പേരുടെ പ്രത്യേകത എവിടെങ്കിലുമൊക്കെ പാടില്ലാത്തവരാ. ഈ 40 പേര് എവിടെങ്കിലുമൊക്കെ പാടില്ലാത്തവരാ. ഓക്കെ, അപ്പൊ ആ 40 പേര് ഇവിടുന്ന് എടുത്തോ. ഇപ്പൊ 75 പേര് 40 പേര് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കി 35 പേരെ എനിക്ക് ഇനി കണ്ടെത്തിയേ പറ്റൂ. അത് ഇവിടുന്ന് എടുത്തേ പറ്റൂ. എനിക്ക് 35 പേരെ ഇവിടുന്ന് എടുത്തേ പറ്റൂ. ഈ 35 പേരുടെ പ്രത്യേകത, ഞാൻ ഈ 75 പേരിലെ 35 പേരാ. ഈ 75 പേരുടെ പ്രത്യേകത കയ്യപ്പാടുണ്ട്. ആ കയ്യപ്പാടുള്ളവരെ ഞാൻ ഇവിടുന്ന് എടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ 1 കണ്ണിൽ പാടുള്ളവർ, 2 ചെവിയിൽ പാടുള്ളവർ, 3 ഇപ്പൊ കയ്യിലും പാടുള്ളവരായി. ഈ 35 പേർക്ക് ഇപ്പൊ കയ്യിലും പാടുണ്ട്. ബാക്കിയുള്ളവരും കൂടെ അങ്ങ് അപ്പുറത്ത് പോകും. ഈ 60 പേര് 35 പേര് ഇവിടെ വന്നിട്ട് ബാക്കി 25 പേര് അങ്ങ് അപ്പുറത്ത് പോകും. 25 പേര് അങ്ങ് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ 65 പേര് ഇവിടത്ത് വരും. ഈ 65 പേർക്ക് ഇപ്പൊ എവിടെങ്കിലുമൊക്കെ പാടില്ലാത്തവരാ. പക്ഷെ 3 പാടുള്ള 35 പേരാ ഇപ്പോൾ ഉള്ളത്. മനസ്സിലാവുന്നോ? അതോ ഇവിടൊക്കെ വെച്ച് കൈവിട്ട് പോയി കാണും ചിലപ്പോ. എന്നാലും അടുത്തത് ഓക്കെ, ഇപ്പോഴും 35, 65, 100 പേരായിട്ടുണ്ട് ഇപ്പോഴും. ഇനി 3 ഞാൻ നോക്കിക്കഴിഞ്ഞ് കാലിൽ പാടുള്ള 85 പേരുണ്ട്. അപ്പൊ ആ 85 പേരെ ഞാൻ ഇനി കണ്ടെത്തണം. ആ 85 പേര് ഈ 35 പേരും കാലിൽ പാടുള്ളവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വില കൂടി. 4 എണ്ണത്തിലും പാടുള്ളത് 35 മാറി. അത് വേണ്ട, നമുക്ക് എക്സിന്റെ വില കുറഞ്ഞിരിക്കണം. അപ്പൊ ഈ 85 പേര് 65 പേര് ഇതാന്ന്, അല്ല 85 പേര് 65 പേര് ഇതാന്ന് വിചാരിക്കുക. കാരണം ഈ 65 പേര് എവിടെങ്കിലുമൊക്കെ പാടില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ട്. കണ്ണിൽ പാടില്ലാത്തവർ ഇതിനകത്തുണ്ട്, ചെവിയിൽ പാടില്ലാത്തവർ ഇതിനകത്തുണ്ട്, എന്തുവരുന്നു കയ്യിൽ പാടില്ലാത്തവരുണ്ട്. ആരെടുത്താലും എവിടെങ്കിലുമൊക്കെ പാടില്ലാത്തവരായി ഇവിടെ നിൽക്കുന്നവര് 65 പേര്. 3 പാടുള്ളവര് ഇവിടെ നിൽക്കുന്നത്. അപ്പം എവിടെങ്കിലുമൊക്കെ പാടില്ലാത്ത 65 പേരെ ഈ 85 പേര് ഞാൻ കണ്ടെത്തി. അപ്പൊ ബാക്കി ഇനി ഒരു 20 പേരുണ്ട്. ആ 20 പേര്, 85 പേരുണ്ട് കാലിൽ പാടില്ലാത്തവർ ഉള്ളവര്. കാലിൽ പാടുള്ള 85 പേരുണ്ട്. ആ 85 പേരിൽ 65 പേര് ഇതാണ്ടേ. ബാക്കി ഇനി 20 പേരെ ഞാൻ ചൂണ്ടിക്കാണിച്ചേ പറ്റൂ. ആ 20 പേരെ അപ്പൊ ഇവിടുന്ന് എടുത്തേ പറ്റൂ. അപ്പൊ ആ 20 പേര് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ 20 പേർക്ക്, ഈ 35 പേർക്ക് ഈ 3 പാടുണ്ടായിരുന്നു. 1, 2, 3.
കണ്ണിലും ചെവിയിലും കയ്യിലും പാടുണ്ടായിരുന്നു. ഞാൻ ഇവിടുന്നാണ് 20 വരെ എടുത്തത്. അപ്പൊ ആ 20 വരെ എടുത്താൽ കാലിൽ പാടുള്ളവരാക്കിയത്. അപ്പൊ 4ലും പാടുള്ള 4 കാലിലും കൂടെ പാടായി ഈ 20 പേർക്ക്. ബാക്കി 15 പേരും കൂടെ അങ്ങ് അപ്പുറത്ത് പോകും. 15 പേരും കൂടെ അപ്പുറത്ത് പോയാൽ അപ്പുറത്ത് 80 പേരാകും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, 20 പേര്. ഈ 20 പേർക്ക് കണ്ണിൽ പാടുണ്ട്, ചെവിയിൽ പാടുണ്ട്, കയ്യിൽ പാടുണ്ട്, കാലിൽ പാടുണ്ട്. അപ്പം അതിന്റെ ഏറ്റവും മിനിമം വാല്യൂ ആയി 20 പേര്. 4 പാടുള്ള ഏറ്റവും കുറഞ്ഞ വില 20 ആയിരിക്കും. ക്ലിയർ ആയോ? എവിടുന്ന്? ഓക്കെ, ഇതാണ് ഇതിന്റെ യഥാർത്ഥ ചിന്ത. മനസ്സിലായി? ഇങ്ങനെ അങ്ങോട്ട് മാറ്റി മാറ്റി എടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ചിന്ത. മിനിമം ആയതുകൊണ്ട് അങ്ങോട്ട് തള്ളിക്കളഞ്ഞത്. മാക്സിമം ആണെങ്കിൽ ഇങ്ങോട്ട് തള്ളിയാൽ നമ്മൾ. എക്സിന്റെ മാക്സിമം വിലയാണെങ്കിൽ ഇങ്ങോട്ട് പിടിച്ചാൽ നമ്മൾ. ഓക്കെ, മിനിമം ആയതുകൊണ്ട് അങ്ങോട്ട് തള്ളി മാക്സിമം ഈ ആൾക്കാരെ കുറച്ച് കൊണ്ടുവന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളു. ഇതാണ് ഇതിന്റെ യഥാർത്ഥ വഴി. ഇപ്പൊ 20 കിട്ടിയത് കണ്ടോ? ഈ 20 പേർക്ക് 1 കണ്ണിൽ പാടുണ്ട്, 2 ചെവിയിൽ പാടുണ്ട്, 3 കയ്യിൽ പാടുണ്ട്, 4 കാലിലും പാടുണ്ട്. ഈ 35 പേര് 20 പേർക്ക് ഇനി കാലിലും കൂടെ പാടുണ്ട്. ബാക്കി 15 പേര് ഇവിടെ കുറഞ്ഞ് ആ 15 പേര് അപ്പുറത്ത് പോയി 65 + 15 80 പേരായി മാറി. 20, 80, 100 പേര്. നമ്മുടെ ആദ്യം എടുത്ത അതേ 100 പേര് താഴെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിനെ അങ്ങ് തിരിച്ചെഴുതിയാൽ മതിയൊന്നും. പോരാ, ഇതിങ്ങനെ വന്നതുകൊണ്ട് യാദൃശ്യവശാൽ ഇത് രണ്ടും ഇങ്ങനെ സംഭവിച്ചു പോയതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കട്ടെ. കണ്ണിൽ പാടുള്ള 80% പേര്, ചെവിയിൽ പാടുള്ള 80% പേര്, കയ്യിൽ പാടുള്ള 75% പേര്, കാലിൽ പാടുള്ള 85% പേര്. ഇനി 5 നഖത്തിൽ പാടുള്ള ഈ നഖത്തിൽ പാടുള്ള ഒരു 80% പേരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എക്സിന്റെ ഏറ്റവും കുറഞ്ഞ വിലയുണ്ട്. നിങ്ങൾ ഇവിടം വരെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. നഖത്തിൽ പാടുള്ള 80% പേരും കൂടെ ഉണ്ടെങ്കിൽ, എന്നുവെച്ചാൽ 5 സ്ഥലത്ത് പാടുള്ളവര് ഉണ്ട്. ഇപ്പൊ കണ്ണിൽ പാടുള്ള 80%, ചെവിയിൽ പാടുള്ള 80%, കയ്യിൽ പാടുള്ള 75%, കാലിൽ പാടുള്ള 85%, നഖത്തിൽ പാടുള്ള 80%. അപ്പൊ ഇത്രയും സ്ഥലത്തും പാടുള്ള കോമൺ പാർട്ട് ആണ് എക്സ്. എക്സ് ആൾക്കാർക്ക് എല്ലാ അവയവത്തിലും പാടുണ്ട്. ഈ 5 സ്ഥലത്തും പാടുണ്ട്. എങ്കിൽ എക്സിന്റെ ഏറ്റവും കുറഞ്ഞ വില നിങ്ങൾ വെറുതെ ഒന്ന് കമന്റ് ചെയ്തേക്ക്. എളുപ്പവഴി മതി, കണ്ടുപിടിച്ച് കമന്റ് ചെയ്തേക്ക്.